Good day all. Today we are going to discuss about some theorems based on moment generating function. Let's start. So the first theorem is mcx of t is equal to mx of ct, where c being a constant. Okay, mcx of t is equal to mxc of t. M cx of t is equal to mx of ct. Okay, mcx of t എന്തിന് ഈക്വൽ ആണ് mx of ct ക്ക് ഈക്വൽ ആണ്. That is, we know that mx of t is equal to എന്താണ് expectation of e raised to tx. Okay, here mcx of t എന്താണ് mc of x t is expectation of t. Okay, sorry, e raised to t അല്ലേ t into instead of x here cx. x ന് ഇവിടെ എന്താണ് cx ആണ്. Okay, t into cx. Okay, then we consider this, that is RHS, that is mx of ct. Okay, mx of ct, that is equal to expectation of mx of t എന്താണ് mx of t is expectation of e raised to tx. So mx c of t എന്താണ് expectation of e raised to, instead of t here ct. Okay, ഇവിടെ t ആണ്, ഇവിടെ tക്ക് വരെ എന്താണ് ct ആണ്. ഓക്കെ, അപ്പം ct into x. Okay, into x, that is these two are equal. അതായത് equation 1 and equation 2 are equal. So എന്താ പറയുക mcx of t is equal to mx of ct. Okay, ഇതാണ് ഫസ്റ്റ് തിയറം. ഓക്കെ, then second is effect of change of origin and scales on MGF. Effect of change of origin and scale on MGF, which means that if we add or subtract, divide or multiply the MGF, it affect it. Okay, അതായത് നമ്മൾ എം ജി എഫിൽ ആഡ് ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ മൾട്ടിപ്ലൈയോ ചെയ്താൽ എം ജി എഫിന് എന്ത് ചെയ്യും എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇഫ് വി ആഡ് മൾട്ടിപ്ലൈ സബ്സ്ട്രാക്ട് ഓർ ഡിവൈഡ് ഇറ്റ് അഫക്റ്റ് ദി എം ജി എഫ്. നമ്മൾ എം ജി എഫിൽ എന്തെങ്കിലും ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്താൽ എം ജി എഫിന് എന്ത് ചെയ്യും അത് എഫക്റ്റ് ചെയ്യാണ്. എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ ഓൺ എം ജി എഫ്. ദാറ്റ് മീൻസ് here let u is equal to x minus a by h. Okay, let u is equal to x minus a by h. You know that mx of t is equal to എന്താണ് expectation of e raised to tx. Okay, here a and h are constant. ഇവിടെ എച്ചും എയും എച്ച് എന്താണ് കോൺസ്റ്റൻ്റ്. ഓക്കെ, യു എന്താ എക്സ് മൈനസ് എ ബൈ എച്ച്. അത് എ കൊണ്ട് മൈനസ് ചെയ്യുന്നു, എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് മൈനസ് ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും എം ജി എഫിന് ഇത് എഫക്റ്റ് ചെയ്യുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതാണ് ചേഞ്ച് ഓഫ് സ്കെയിൽ ആൻഡ് ഒറിജിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് എം എക്സ് ഓഫ് ടി ഇസ് ഇക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ഓക്കെ, ദെൻ എം യു ഓഫ് ടി ഇസ് ഇക്വൽ ടു എന്താണ് എം യു ഓഫ് ടി ഇസ് ഇക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി instead of x here u. Okay, expectation of e raised to tu, that is equal to expectation of e raised to t
u എന്താണ് എക്സ് മൈനസ് എ ബൈ എച്ച്. ഓക്കെ, എക്സ് മൈനസ് എ ബൈ എച്ച്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു എക്സ് ബൈ എച്ച്. അകത്തോട്ട് മൾട്ടിപ്ലൈ. ഓക്കെ, ടി ഇൻറ്റു എക്സ് ബൈ എച്ച്, ഇ റേസ് ടു ടി ഇൻറ്റു എക്സ് ബൈ എച്ച് ഇൻറ്റു ഇ റേസ് ടു ടി ഇൻറ്റു മൈനസ് എ ബൈ എച്ച്. ഓക്കെ, ഇൻറ്റു ഇ റേസ് ടു ടി ഇൻറ്റു മൈനസ് എ ബൈ എച്ച്. ഓക്കെ, ഇ റേസ് ടു ടി ഇൻറ്റു മൈനസ് എ, ദാറ്റ് ഈസ് മൈനസ് 80, മൈനസ് 80 ബൈ എച്ച്. ഓക്കെ, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തത് ഇ റേസ് ടു ടി എക്സ് ബൈ എച്ച് ഇൻറ്റു ഇ റേസ് ടു മൈനസ് 80 ബൈ എച്ച്. ഓക്കെ, ഹിയർ ഇ റേസ് ടു 80 മൈനസ് എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ വിളിക്കെടുക്കുക. ഓക്കെ, ഇ റേസ് ടു മൈനസ് 80 by h. Okay, this term is constant, so e raised to 80 by h. Then expectation of e raised to t x by h. Okay, that is equal to e raised to 80 by h. Expectation of e raised to t by h into x. Okay, now you t by h into x, tx by h, t by h into x. Okay, that is equal to e raised to minus 80 by h. Okay, expectation of e raised to tx is mx of t. Okay, expectation of e raised to tx is mx of t. Here instead of t by h, ഇവിടെ ടിക്ക് ഒരു എന്താണ് t by h ആണ്. ഓക്കെ, ടിക്ക് പകരം ഇവിടെ t by h, x അതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് എം എക്സ് ഇൻസ്റ്റെഡ് ഓഫ് ടി ഹിയർ t by h. Okay, that is this term contain a and h, so it affect the MGF. ഓക്കെ, ഇവിടെ എയും എച്ച് എന്ന ടേം നമുക്ക് ഫൈനൽ ആൻസറിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് മൈനസ് ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുന്നത് എം ജി എഫിനെ എന്ത് ചെയ്യും അഫക്റ്റ് ചെയ്യും. ഓക്കെ, എം യു എഫ്. ഓക്കെ, ഇ റെസ്റ്റ് മൈനസ് 80 by h ഇൻറ്റു എം എക്സ് ഓഫ് ടി ബൈ എച്ച്. ഓക്കെ, ഇവിടെ ഹിയർ ദിസ് ടേം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വിളിക്കെടുത്ത് ഓക്കെ ഇ റെസ്റ്റ് ടി എക്സ് ബൈ എച്ച് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഇ റെസ്റ്റ് ടി ബൈ എച്ച് ഇൻറ്റു എക്സ് എഴുതി ടി ബൈ എച്ച് ഇൻറ്റു എക്സ് നമുക്ക് ഈ രീതിയിലാക്കി എം എക്സ് ഓഫ് ടി ഇസ് ഇക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ടി ഹിയർ ടി ബൈ എച്ച്. ഇവിടെ ടിക്ക് വരെ ടി ബൈ എച്ച് ആണ്. സോ ഇ റേസ് ടു മൈനസ് 80 by h എം എക്സ് ഓഫ് ടി ബൈ എച്ച്. വേറെ ഇത് ചോദിക്കാം. ഓർ prove that mx minus a by h of t is equal to e raised to 80 by h into mx of t by h എന്ന രീതിയിൽ എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഈ രീതിയിൽ ചോദിക്കാം. എം എക്സ് മൈനസ് എ ബൈ എച്ച് ഓഫ് ടി ഈസ് ഇക്വൽ ടു ഇ റേസ് ടു മൈനസ് 80 by h ഇൻറ്റു എം എക്സ് ഓഫ് ടി ബൈ പ്രൂവ് ദാറ്റ്. ഈ രീതിയിലും ചോദിക്കാം. ഓക്കെ, next property is, so next theorem is uniqueness theorem of moment generating function. That is, the moment generating function of a distribution, if it exists, uniquely determine the distribution. Okay, if the moment generating function of a distribution is exists, it uniquely determines distribution. That is, a given probability distribution, there is only one MGF. Okay, which means that the corresponding to a given probability distribution, there is only one MGF. Okay, that is, and x and y are two random variable, and these x and y have
same probability, same moment generating function, then the distribution of x and y are equal. അതായത് യുണീക്നെസ് തിയറം ഓഫ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ത് ചെയ്യത്തുള്ളൂ, എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് ആകെ ഒരു MJF ഉള്ളൂ. ഫോർ എക്സാമ്പിൾ എക്സും വൈയും എന്താണ്, രണ്ട് റാൻഡം വേരിയബിളാണ്. എക്സിൻ്റെ MJFും വൈയുടെ MJFും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷന് ഒന്നിൽ കൂടുതൽ എന്ത് കാണത്തില്ല, MJF കാണത്തില്ല. നമുക്ക് ആ ഒരു MJF വെച്ച് അത് ഏത് ഡിസ്ട്രിബ്യൂഷനാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് യുണീക്നെസ് തിയറം ഓഫ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഓക്കെ, ദ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ടു യൂണിക്ലി ഡിറ്റർമിൻ ദ ഡിസ്ട്രിബ്യൂഷൻ. Okay, that is x and y are two random variable. The mx of t is equal to my of t. That is x and y have a same moment generating function. Then x and y are identically distributed. That is x and y are the distribution of x and y are equal. അതാണ് യൂണിക്നെസ് തിയറം ഓഫ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷന് അതായത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഒരു ഡിസ്ട്രിബ്യൂഷന് ഒരു മൊമെൻറ്റ് ജനറേറ്റിംഗ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. എക്സും വൈയും എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന് സെയിം മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒന്നിൽ കൂടുതൽ എന്തില്ല, MJF ഇല്ല. ഓക്കെ, ആണ് യൂണിക്നെസ് തിയറം ഓഫ് മൊമെൻറ്റ് ജനറേറ്റിംഗ് function. Okay, that is the moment generating function of a distribution if it exists to uniquely determine the distribution. This implies that corresponding a given probability distribution there is only one MJF provided to exist. Okay, that is here mx of t is equal to my of t ആണെങ്കിൽ it implies x and y are identical distributed. That is the distribution of x and y are equal. ഇതാണ് യൂണിക്നെസ് തിയറം ഓഫ് ഒരു പ്രോപ്പർട്ടി ആണ്. ഓക്കെ, യൂണിക്നെസ് തിയറം ഓഫ് മൊമെൻറ്റ് ജനറേറ്റിംഗ് function. Okay, then some limitation. Okay, some limitation of moment generating function. Okay, a random variable, first limitation. Okay, a random variable x may have no moments although its MJF exists. What is MJF? എന്താണ് MJF? മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ഓക്കെ, ജനറേറ്റ് മൊമെൻറ്റ്സ്. ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ്, മൂന്നത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ എക്സ് മേ ഹാവ് നോ മൊമെൻറ്റ്സ് ബട്ട് ഇറ്റ്സ് MJF എക്സിസ്റ്റ്. MJF എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ അതിന് എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല, മൊമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, റാൻഡം വേരിയബിൾ എക്സ് മേ ഹാവ് നോ മൊമെൻറ്റ്സ് ഓൾദോ ഇറ്റ്സ് MJF എക്സിസ്റ്റ്. അതായത് ഒരു വേരിയബിളിന് MJF എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല, മൊമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അത് ഒരു ലിമിറ്റേഷനാണ്. ഓക്കെ, സെക്കൻഡ് ഈസ് എ റാൻഡം വേരിയബിൾ എക്സ് ക്യാൻ ഹാവ് MJF ആൻഡ് സം ഓർ ഓൾ മൊമെൻറ്റ്സ് ബട്ട് the MJF does not generate the moments. Okay, random variable x can have MJF and also moment exists but MJF does not generate the moments. അതായത് ഒരു റാൻഡം വേരിയബിൾ എന്തുണ്ട്, MJF ഉണ്ട്, മൊമെൻറ്റ്സും ഒന്നെങ്കിൽ ചിലതോ അല്ലെങ്കിൽ എല്ലാ മൊമെൻറ്റ്സും എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ MJF എന്ത് ജനറേറ്റ് ചെയ്യത്തില്ല, മൊമെൻറ്റ്സ് ജനറേറ്റ് ചെയ്തില്ല. ഓക്കെ, റാൻഡം വേരിയബിൾ എക്സ് ക്യാൻ ഹാവ് MJF ആൻഡ് സം മൊമെൻറ്റ്സ് എക്സിസ്റ്റ് ബട്ട് MJF ഡസ് നോട്ട് ജനറേറ്റ് ദ മൊമെൻറ്റ്സ്. ഓക്കെ, റാൻഡം വേരിയബിൾ എക്സിന് MJF എക്സിസ്റ്റ് ചെയ്യും, മൊമെൻറ്റ്സും കാണും, പക്ഷേ MJF എന്ത് ജനറേറ്റ് ചെയ്യത്തില്ല, മൊമെൻറ്റ്സ് ജനറേറ്റ് ചെയ്തില്ല. അത് സെക്കൻഡ് ലിമിറ്റേഷൻ. തേർഡ് ലിമിറ്റേഷൻ ഈസ് എ റാൻഡം വേരിയബിൾ ക്യാൻ ഹാവ് ഓൾ ഓർ സം മൊമെൻറ്റ്സ് ബട്ട് MJF ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് റാൻഡം വേരിയബിൾ ഹാവ് സം മൊമെൻറ്റ്സ് ഓർ എ റാൻഡം വേരിയബിൾ ഹാവ് മൊമെൻറ്റ്സ് എക്സിസ്റ്റ് ബട്ട് MJF ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് മൊമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല, MJF എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, റാൻഡം വേരിയബിൾ എക്സ് ക്യാൻ ഹാവ് all or some moments but MJF does not exist. MJF moments exist ചെയ്യും, എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല, MJF എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഇത് എന്താണ്, ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ഇപ്പം 3 ലിമിറ്റേഷൻ പ്രധാനമായിട്ട്
First one is a random variable x may have no moments although x mgf exists. mgf exist ചെയ്യും but it have no moments. mgf exist ചെയ്യും പക്ഷേ എന്തില്ല, moments ഇല്ല. And second is a random variable x can have mgf and some moments but mgf does not generate moments. mgf ഉണ്ട് moments ഉണ്ട് പക്ഷേ mgf എന്ത് ചെയ്യത്തില്ല, moments generate ചെയ്യത്തില്ല. And third, a random variable x can have all or some moments but mgf does not exist. If moments exist but mgf does not exist. ഒരു റാൻഡം വേരിയബിളിന് moments exist ചെയ്യും പക്ഷേ എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല, mgf exist ചെയ്യത്തില്ല. ഓക്കെ, ദീസ് ആർ ദ ലിമിറ്റേഷൻ ഓഫ് moment generating function. Okay.